വളരെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട് തുടർച്ചയായ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി ചരിത്രത്തിൽ ഇടം നേടുകയാണ്. 1950 വഡോദരയിലെ പിന്നോക്ക കുടുംബത്തിലെ 6 മക്കളിൽ മൂന്നാമനായി ജനനം. ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട അച്ഛനെ സഹായിക്കാൻ ബാല്യത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടയിൽ പണിയെടുത്തു മോദി. 72 സംഘപ്രചാരകായി രാഷ്ട്രമെന്ന ചിന്തയിലേക്ക് നരേന്ദ്രമോദി ആഴ്ന്നിറങ്ങുകയായിരുന്നു. വടക്ക് കിഴക്കൻ ഭാരതത്തിലൂടെ 2 വർഷം നീണ്ട യാത്ര. സന്യാസി മഠങ്ങളിൽ മോദി എത്തി. ആത്മീയ ജീവിതത്തിലേക്ക് നീങ്ങണമെന്ന ചിന്ത അദ്ദേഹത്തെ നയിച്ചെങ്കിലും സാഹചര്യങ്ങൾ തിരികെ ഗുജറാത്തിലെത്തിച്ചു. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കാളിയായി. സംഘത്തിന്റെ പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ച മോദിയെ 85 RSS BJPയിലേക്ക് നിയോഗിച്ചു. 87 അഹമ്മദാബാദ് തിരഞ്ഞെടുപ്പ്. തെരുവുകൾ തോറും പോസ്റ്റർ ഒട്ടിക്കാൻ ഓടി നടന്നു. അമിത്ഷായുടെ സ്കൂട്ടറിന് പിന്നിലിരുന്നായിരുന്നു ആ യാത്രകൾ. അന്നേ ആഴത്തിൽ വേരിറങ്ങിയ സൗഹൃദം. തൊണ്ണൂറ്റിയഞ്ചിൽ ഗുജറാത്തിൽ ആദ്യമായി BJP സർക്കാർ അധികാരത്തിൽ വന്ന നാൾ. പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയായിരുന്നു നരേന്ദ്രമോദി. കേശുഭായ് പട്ടേലും ശങ്കർ സിംഗ് വഗേലിയും സുരേഷ് മേത്തയുമൊക്കെ വിജയം ചർച്ച ചെയ്യുമ്പോൾ പക്ഷേ മോദിക്ക് ഇരിക്കേണ്ടി വന്നത് ഓഫീസ് വരാന്തയിൽ. അർഹതപ്പെട്ട അംഗീകാരം പോലും കിട്ടാതെ തുടങ്ങിയ ആ ജീവിതം ഇന്ന് പാർട്ടിയെ മുഴുവനായി ചുമലിലേറ്റുന്നു. 90കളുടെ തുടക്കം BJPയുടെ ഏകതാ യാത്ര. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയും കന്യാകുമാരിയിൽ വിവേകാനന്ദന് മുന്നിൽ നമസ്കരിച്ചും രാഷ്ട്രവീര്യം തുളുമ്പി നിന്ന നരേന്ദ്രമോദി. അദ്വാനിയുടെ രഥയാത്രയെ ഗുജറാത്തിൽ വൻ വിജയമാക്കാനും മോദി മുന്നിൽ നിന്നു. വാജ്പേയിക്കൊപ്പവും ചേർന്ന് നിന്നു. ഗുജറാത്ത് BJPയിലെ പടലപ്പിണക്കങ്ങൾ മോദിയെ ഡൽഹിയിലേക്ക് എത്തിച്ചു. പക്ഷേ 2001 തിരിച്ചുവരവ് നേരെ മുഖ്യമന്ത്രി കസേരയിലേക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപം. ആരോപണ ശരങ്ങൾക്ക് മുന്നിൽ പക്ഷെ മോദി പതറിയില്ല. കലാപത്തിന്റെ കറകൾ മാഞ്ഞില്ലെങ്കിലും ഗുജറാത്തിനെ വികസന പാതയിലേക്ക് അതിവേഗം നയിച്ച് രാജ്യത്താകെ ശ്രദ്ധാകേന്ദ്രമായി. തുടർച്ചയായി 3 തവണ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന തിളക്കത്തോടെ 10 വർഷത്തെ UPA ഭരണത്തിന് 2014 അന്ത്യം കുറിച്ചു നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി. 2019 ഭൂരിപക്ഷം പിന്നെയും വർദ്ധിപ്പിച്ചു. GST, നോട്ട് നിരോധനം, സർജിക്കൽ സ്ട്രൈക്ക്, മുത്തലാഖ് നിരോധനം, പൗരത്വ നിയമം, 370 അനുച്ഛേദം റദ്ദാക്കൽ, കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പുനരുജ്ജീവനം, വാക്സിൻ വിജയം, ദേശീയപാത റെയിൽ വികസനങ്ങൾ, അയോധ്യ ക്ഷേത്രം. അങ്ങനെ നീണ്ടുപോകുന്നു കഴിഞ്ഞ 10 വർഷത്തെ തീരുമാനങ്ങൾ. മൂന്നാം ഊഴത്തിൽ ഇനി എന്ത്? സഖ്യകക്ഷി സമ്മർദ്ദത്തിൽ നരേന്ദ്രമോദി എങ്ങനെയായിരിക്കും? കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.